ഒരാണ് പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓഫീസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് വോമിറ്റ് ചെയ്യാൻ തോന്നും. പെട്ടെന്ന് അവിടെ നിന്നും അവൻ പോയി വോമിറ്റ് ചെയ്യുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് നടത്തും. ഡോക്ടർ ഇവൻ 9 വീക്സ് പ്രഗ്നന്റ് ആണെന്ന് കണ്ടെത്തുന്നു. ഇത് കേട്ട് അവൻ ഡോക്ടറിനോട് ദേഷ്യപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യും. അതിലും പോസിറ്റീവാണ് കാണിക്കുന്നത്. ഇത് കണ്ട് ഷോക്കായ അവൻ ഗേൾ ഫ്രണ്ടിനെ കോൾ ചെയ്യും. എന്നാൽ അവൾ കോൾ എടുക്കുന്നില്ല. അടുത്ത ദിവസം ഇവൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവന് പ്രഗ്നൻസി സിംറ്റംസ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ അവൻ വാഷ്റൂമിലേക്ക് ഓടും. ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി അവൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനോട് അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. എന്നാൽ ഡോക്ടർ ആണെങ്കിൽ പാർട്ട്ണറിന്റെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ അബോർഷൻ ചെയ്യാൻ സാധിക്കൂ എന്ന് പറയും. ആ സമയം അവന്റെ ഗേൾ ഫ്രണ്ടിന് മെൻസ്ട്രൽ പ്രോബ്ലംസ് വരും. അതുകൊണ്ട് തന്നെ അവൾ ഹോസ്പിറ്റലിൽ എത്തി ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവൾക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്താൽ പിന്നീട് അവൾക്കൊരു കുഞ്ഞ് ജനിക്കില്ലെന്നും പറയും. അങ്ങനെ അവന്റെ ഗേൾ ഫ്രണ്ട് അബോർഷൻ ചെയ്യുന്നതിനെ കുറിച്ച് നന്നായി ആലോചിക്കാൻ അവനോട് പറയും. എന്നാൽ അവന്റെ അവസ്ഥ വഷളാവുകയും തല ഉയർത്തി പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ ഹോസ്പിറ്റലിൽ പോയി അബോർട്ട് ചെയ്യാൻ തീരുമാനിക്കും. 12 വീക്സ് ആയതുകൊണ്ട് തന്നെ അത് റിസ്ക് ആണെന്ന് അറിയുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിൽക്കുമ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അവൻ ആ ഹോസ്പിറ്റലിൽ ഒരാളെ കണ്ടുമുട്ടും. നോക്കിയപ്പോൾ അവനും പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായി. സംസാരിച്ച് അവർ ഫ്രണ്ട്സ് ആകുന്നു. പിന്നീട് അവന്റെ വീട്ടിൽ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ ഓൾറെഡി ഒരു കുഞ്ഞുണ്ടെന്നും ഇത് അവന്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണെന്നും. ഇത് കാണുമ്പോൾ ഇവനൊരു കോൺഫിഡൻസ് ഒക്കെ വരും. അതിനുശേഷം ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ക്ലയന്റ് മീറ്റിംഗ് നടക്കുന്നു. അതിൽ കമ്പനിക്ക് കിട്ടേണ്ട പ്രോജക്റ്റ് കൈവിട്ടു പോകുന്ന സിറ്റുവേഷനിൽ അവൻ അവന്റെ പ്രഗ്നൻസി വെച്ചൊരു ഐഡിയ ക്ലയന്റുമായി ഷെയർ ചെയ്യും. അതിൽ ക്ലയന്റ് ഹാപ്പി ആകുന്നു. മാത്രമല്ല ഇവനെ ആ പ്രോജക്റ്റിന്റെ മോഡലുമാക്കും. നാട് മുഴുവൻ ഇവന്റെ ഫോട്ടോ ഫ്ലെക്സ് കൊണ്ട് നിറയും. അങ്ങനെ അവൻ ഫേമസ് ആകുന്നു. അത് കണ്ടിട്ട് ഹൈഡ് ചെയ്തു വെച്ചിരുന്ന ചില ആണുങ്ങൾ മുന്നോട്ട് വന്ന് അവരുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യും. സൊസൈറ്റിയെ പേടിച്ച് പറയാതിരുന്ന അവർക്ക് ഇപ്പോൾ ഇവൻ പ്രചോദനമാണ്. കഥയുടെ അവസാനത്തിൽ അവന്റെ അച്ഛന്റെ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ കാണുകയും അത് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവനെ പ്രസവിച്ചത് അവന്റെ അമ്മയല്ല അവന്റെ അച്ഛനായിരുന്നു എന്ന്. ഒടുവിൽ അവൻ കുഞ്ഞിനെ പ്രസവിച്ച് ഗേൾ ഫ്രണ്ടും കുഞ്ഞുമായി സുഖമായിട്ട് ജീവിക്കുന്നത് കാണിക്കുന്നതോടെ കഥ അവസാനിക്കും.